ഇക്കോണമിയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ് ഇൻഫ്ലേഷൻ ഡേറ്റ. ഇന്ത്യയുടെയും അമേരിക്കയുടെയും മെയ് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഡേറ്റ പുറത്തു വന്നതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യം തന്നെ അമേരിക്കയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ മനസ്സിലാക്കാം. ഏപ്രിൽ മാസത്തിൽ അമേരിക്കയുടെ CPI ഇൻഫ്ലേഷൻ 3.4%. മെയ് മാസമായപ്പോൾ ഇൻഫ്ലേഷൻ 3.3%-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് 3.4% ഇൻഫ്ലേഷനാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ മികച്ച രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ് മെയ് മാസത്തിൽ അമേരിക്കൻ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോർ ഇൻഫ്ലേഷൻ 3.5%-ൽ നിന്നും 3.4%-ലേക്ക് ചുരുങ്ങുകയും മന്ത്ലി കോർ ഇൻഫ്ലേഷൻ റേറ്റ് 0.3%-ൽ നിന്നും 0.2%-ലേക്ക് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കോണമിയെ അളക്കുന്ന ഒരു ക്രൂഷ്യൽ ഗേജ് ആയതുകൊണ്ട് 2022 താരതമ്യപ്പെടുത്തുമ്പോൾ 2024 ഇക്കോണമി വളരെയധികം സ്ട്രെങ്ത് ആർജിച്ചു എന്ന രീതിയിലുള്ള ഡേറ്റ തന്നെയാണ് പുറത്തു വരുന്നത്. 2022 ജൂൺ മാസത്തിൽ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ 9.1%. അവിടെ നിന്നും 3.3%-ലേക്ക് ഇൻഫ്ലേഷൻ ചുരുങ്ങിയിട്ടുണ്ട്. എന്നാലും ഫെഡ് റിസർവിൻ്റെ ടാർഗറ്റായ 2%-നടുത്ത് ഇൻഫ്ലേഷൻ വരാതെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കില്ല എന്ന് ഫെഡ് മുമ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഇപ്രാവശ്യവും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 12 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. മെയ് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ 4.75% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇൻഫ്ലേഷൻ ഡേറ്റ 4.83%. അതായത് ഏപ്രിൽ മാസത്തിൽ നിന്നും ഇൻഫ്ലേഷൻ 4.8%-ൽ നിന്നും 4.75%-ലേക്ക് ഇടിഞ്ഞു. ഫുഡ് ഇൻഫ്ലേഷൻ 8.75%-ൽ നിന്നും 8.62%-ലേക്കും റൂറൽ ഇൻഫ്ലേഷൻ 5.43%-ൽ നിന്നും 5.28%-ലേക്കും ഇടിഞ്ഞു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ 4.5% ഇൻഫ്ലേഷനാണ് RBI പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ഇൻഫ്ലേഷൻ നോക്കിയാൽ ക്വാർട്ടർ 1-ൽ 4.9%, ക്വാർട്ടർ 2-ൽ 3.8%, ക്വാർട്ടർ 3-ൽ 4.6%, ക്വാർട്ടർ 4-ൽ 4.5%. അതായത് എൻ്റയർ ഇൻഫ്ലേഷൻ RBIയുടെ ലോവർ ടാർഗറ്റായ 2%-നും അപ്പർ ടാർഗറ്റായ 6%-നും ഇടയിലാണ്. ഇത് എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ബർജർ പെയിൻറ്റ്. ബർജർ പെയിൻറ്റ് ഇന്ന് 1%-ഓളം ഉയർന്ന് 498-നടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 679, 52 വീക്ക് ലോ 439. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ബർജർ പെയിൻറ്റ്. ബർജർ പെയിൻറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് കമ്പനി റീറ്റെയിൽ എക്സ്പാൻഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന അപ്ഡേറ്റാണ്. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ, അതായത് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പെയിൻറ്റ് കമ്പനിയായ ബർജർ പെയിൻറ്റിൻ്റെ ബിസിനസ്സിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ബിർള ഗ്രൂപ്പ് ബിർള ഒപ്പസ് എന്ന പേരിൽ ഒരു പെയിൻറ്റ് കമ്പനി കൊണ്ടുവരികയും 3 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ബർജർ പെയിൻറ്റും അവരുടെ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തുടങ്ങിയവയിലുള്ള റീറ്റെയിൽ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ് കമ്പനി ശ്രമിക്കുന്നത്. കൂടാതെ ഇതുവരെ ബർജർ പെയിൻറ്റ് എന്ന കമ്പനി 4000 കളർ ബാങ്ക് ടിൻറ്റിംഗ് മെഷീനായിരുന്നു പ്രതിവർഷം സ്ഥാപിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ, അതായത് ബിർള ഗ്രൂപ്പിൻ്റെ പെയിൻറ്റ് സെഗ്മെൻറ്റിലെ എൻട്രിയോടുകൂടി ടിൻറ്റിംഗ് മെഷീനുകളുടെ എണ്ണം 7300 ടിൻറ്റിംഗ് മെഷീൻ പെർ ഇയർ എന്ന റേറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വരും സമയങ്ങളിൽ 8000 കളർ ബാങ്ക് ടിൻറ്റിംഗ് മെഷീനും അത് 9000-ആയി ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നു. ഇതോടൊപ്പം തന്നെ സ്റ്റഡി എക്സ്പാൻഷനിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എക്സ്പാൻഷന് വേണ്ടി കമ്പനി അതിൻ്റെ എക്സിസ്റ്റിംഗ് മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിൽ മെഗാ ഇൻവെസ്റ്റ്മെൻറ്റിനും തയ്യാറായിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 1800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനും ഒഡീസയിലെയും മഹാരാഷ്ട്രയിലെയും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റിൽ 500 മുതൽ മഹാരാഷ്ട്രയിലെയും ഒഡീസയുടെയും മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 500 കോടിയുടെയും 1300 കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെൻറ്റിനാണ് കമ്പനി തയ്യാറെടുക്കുന്നത്. 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഈ പ്ലാന്റുകളെല്ലാം ഓപ്പറേഷണലാകുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു.
ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 1.27 മില്യൺ ടണ്ണായി ഉയർത്താനും രണ്ടാമത്തെ ഏറ്റവും വലിയ പെയിൻറ്റ് കമ്പനിയായി തന്നെ മാർക്കറ്റിൽ നിലനിൽക്കാനുമാണ് ബെർജർ പെയിൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ബെർജർ പെയിൻറ്റിൻ്റെ ബിസിനസ് മോഡലിൽ കാര്യമായ വ്യത്യാസം വന്നു. മുമ്പ് മിഡ് സെഗ്മെൻറ്റിനെയും അപ്പർ സെഗ്മെൻറ്റിനെയും കേറ്റർ ചെയ്യുന്ന ബിസിനസ് മോഡലാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ടിൻറ്റിംഗ് മെഷീനുകൾ സ്ഥാപിച്ച് ടിൻറ്റിംഗ് മെഷീനുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാനും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തി രണ്ടാമത്തെ ഏറ്റവും വലിയ പെയിൻറ്റ് കമ്പനിയായി മാർക്കറ്റിൽ തുടരാനും ബെർജർ പെയിൻറ്റ് ശ്രമിക്കുന്നു. ബെർജർ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് 440 എന്ന സപ്പോർട്ടിൽ നിന്നും ഉയർന്ന് 498 ട്രേഡ് ചെയ്യുന്നു. മീഡിയം ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ബെർജർ പെയിൻറ്റിൽ പൊസിഷൻ എടുക്കുന്നവർ 440 എന്ന സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 500, 550, 600 തുടങ്ങിയ ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.